സത്യം പറഞ്ഞാൽ ഇന്നിവിടെ കഴിക്കാൻ ഉച്ചക്കത്തേക്ക് ഫുഡൊന്നും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നൈസായിട്ട് നേരെ വീട്ടിലോട്ട് പോവാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ പേരൻസിൻ്റെ വീടുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് സൗകര്യങ്ങളും കൂടെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. അത് മമ്മിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ലീവൊക്കെ ഉള്ള ദിവസങ്ങളിലെല്ലാം ഞങ്ങൾക്കും കൂടിയുള്ള ഫുഡ് മമ്മി കരുതാറുണ്ട്. പവർ സ്റ്റിയറിംഗ് അല്ലാത്തതുകൊണ്ട് കുറച്ച് കൂടുതൽ കഷ്ടപ്പെട്ട് കറക്കി എടുത്താലേ വണ്ടി ഒന്ന് തിരിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇവിടെ നിന്നാണെങ്കിൽ ഒരു 10 മിനിറ്റ്സ് കൊണ്ട് വീട്ടിലെത്തും. അവിടെ ജോസിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. മമ്മി എന്നെ ഉണ്ടാക്കിയെന്ന് ഞങ്ങൾ നേരെ പോയി നോക്കുകയാണ്. നല്ല ചെമ്മീൻ കറിയൊക്കെ ഉണ്ട്, പിന്നെ മോരുകറിയും, പിന്നെ കുറച്ച് പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ബീഫ് കറിയുടെ നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. അത് അടുക്കളയിൽ പോയി നോക്കാം. വേറെ സ്പെഷ്യലാ ഇതൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾ മമ്മീനെ കാണാൻ വേണ്ടി വന്നായിരുന്നു ഉച്ചയപ്പം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ജോസിന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു. ആൾക്ക് ജീപ്പിന് എവിടെയെങ്കിലും കറങ്ങാൻ പോകണമെന്നാണ് പറയുന്നത്. അങ്ങനെ അവളെയും കൂട്ടി ഞങ്ങൾ ചുമ്മാ പുറത്തേക്ക് ഇറങ്ങി. മഴ പെയ്യില്ല എന്നുള്ള പ്രതീക്ഷയിൽ ജീപ്പൊക്കെ ഓപ്പൺ ചെയ്യാണ്. ഇവിടെ അടുത്തൊരു ഹിൽ സ്റ്റേഷൻ ഉണ്ട്, കാഞ്ഞിരക്കൊല്ലി. അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഒരു ഹാഫ് ആൻ അവർ ട്രാവൽ ചെയ്താൽ നമുക്ക് അവിടെ എത്താൻ പറ്റും. ആ കാണുന്ന മലയുടെ മുകളിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഈ വണ്ടി കൊണ്ട് വളരെ സേഫായിട്ട് പതുക്കെയാണ് നമ്മൾ പോകാറുള്ളത്. 50 വർഷം പഴക്കമുള്ള വില്ലീസ് ജീപ്പാണിത്. വണ്ടിയിൽ കുറച്ചുകൂടി സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ ആഡ് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി കുറച്ച് ദിവസം വണ്ടി പണിക്ക് വെക്കണം. നമ്മുടെ നാട്ടിൽ മഴക്കാലത്ത് ക്ലൗഡ് ബെഡ്സും വാട്ടർഫോളും നല്ല ക്ലൈമറ്റും ഒക്കെ കിട്ടുന്ന ഭംഗിയുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ് കാഞ്ഞിരക്കൊല്ലി. പോകുന്ന വഴി ഒരു ചായക്കട കണ്ടപ്പോൾ വണ്ടി നിർത്തി ഇവിടെ നിന്ന് ചായ കുടിച്ചു. മേലേക്ക് ചെന്നാൽ അധികം കടകളൊന്നും ഉണ്ടാവാറില്ല. ഇവിടെ ഇങ്ങനെ കുറേ റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ശശിപ്പാറയിലേക്കാണ് പോകുന്നത്. അവിടെയാണ് ഏറ്റവും നല്ല അടിപൊളി വ്യൂ ഉള്ളത്. ഇതൊക്കെ റിസോർട്ടുകളാണ്. അവിടെ നല്ല തിരക്കുള്ള സമയമാണ് ഇപ്പോൾ. അങ്ങനെ ഞങ്ങൾ ശശിപ്പാറയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഒരു റിസോർട്ട് വരാൻ പോവുകയാണ്. അതിൻ്റെ പ്ലാനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പണി തുടങ്ങിയാൽ മതി. ഇതുണ്ട്, കുത്തനെയുള്ള പാറയാണ്. അപ്പുറത്തോടെ വഴിയുണ്ടെങ്കിലും അഡ്വഞ്ചർ പരിപാടികൾക്കൊക്കെ പിള്ളേർ നിൽക്കത്തുള്ളൂ. അവർ വലിഞ്ഞ് കയറുകയാണ്. ചേച്ചി കാണിക്കുന്നത് കണ്ട് അനിയനും അതുപോലെ തന്നെ ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.